സത്യമായ അയൽക്കാരൻ ആരാണ്? അയൽക്കാരൻ എന്നത് ഭൗതിക ബന്ധമല്ല, മനസ്സിൻ്റെ സമീപതയാണ്. ദയ ഉള്ളവൻ അയൽക്കാരനാകുന്നു. അതായത് നീ ആരോടാണ് ദയ കാണിക്കുന്നത്, അവനാണ് നിന്റെ അയൽക്കാരൻ. മതപദവികൾ രക്ഷയല്ല. പുരോഹിതനും ലേവ്യനും മതം പഠിച്ചവരാണ്. എന്നാൽ ദയയില്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല. യേശുവിൻ്റെ മാതൃക. യേശു തന്നെയാണ് ശമര്യൻ്റെ പ്രതീകം. പരുക്കേറ്റവനെ കണ്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി, അവൻ ചെലവഴിച്ചു, മനസ്സായി ഇടപെട്ടു, പൂർണ്ണ പരിപാലനം നൽകി. ഇതാണ് യേശു നമ്മുടെ പാപഭാരമുള്ള ജീവിതത്തിൽ ചെയ്തത്. ജീവിതപാഠം. നമ്മെ കാത്തിരിക്കുന്നവരോടും അതിപുരോഗമിച്ചു പോയവരെയും കാണാതെ പോകരുത്. ദയയുടെ പ്രവൃത്തിയിലൂടെ യേശുവിനെ ലോകം കാണട്ടെ. സ്നേഹം പറയുന്നതല്ല, ചെയ്യുന്നതാണ്. അയൽക്കാരനായി ജീവിക്കുക. പിന്നെ നിന്റെ പ്രാർത്ഥനകളിലും വിശ്വാസത്തിലും യേശു പ്രതിഫലിക്കും. ഇരഞ്ഞു പോയ ഇടയൻ. ഉപമയുടെ പശ്ചാത്തലം. യേശു പാപികളും കൂടെയിരിക്കുമ്പോൾ പരീശന്മാരും നിയമപണ്ഡിതന്മാരും പറഞ്ഞു, ഇയാൾ പാപികളെ സ്വീകരിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അതിന് മറുപടിയായി യേശു 3 ഉപമകൾ പറയുന്നു. അതിലൊന്നാണ് ഈ നഷ്ടമായ ആടിൻ്റെ ഉപമ. നിനക്ക് ഒരു 100 ആടുകളുണ്ടെങ്കിൽ അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ അവനൊന്ന് നഷ്ടപ്പെട്ടപ്പോൾ അതിനെ തിരയാൻ പുറപ്പെടും. 99 ആടുകളെ കാട്ടിൽ വെച്ച് അതിനെ കണ്ടുപിടിക്കാൻ കാട്ടിൽ കയറും. ആ ആടിനെ കണ്ടെത്തിയപ്പോൾ അവൻ സന്തോഷത്തോടെ അതിനെ ചുമന്നു കൊണ്ടുവന്നു. ദൈവം തിരയുന്ന ദൈവമാണ്. ദൈവം നമ്മളെ കാത്തിരിക്കുന്നു എന്നതിലപ്പുറം ദൈവം നമ്മളെ തിരയുന്നു. നമ്മൾ എവിടെയാണെങ്കിലും. ഒരു ആടിനും അത്രമേൽ വിലയുണ്ട്. 99 ആടുകൾ സുരക്ഷിതമായിരിക്കുമ്പോഴും ദൈവത്തിന് തമ്മിൽ ഓരോരുത്തർക്കും വിലയുണ്ട്. ദൈവം നിന്നെ നഷ്ടമാകാനിടയില്ല. അവൻ തിരയും. തിരിച്ചുവരവിൻ്റെ സന്തോഷം. ആടിൻ്റെ മടക്കത്തേക്കാൾ അവനെ തിരഞ്ഞു കണ്ടെത്തി ചുമന്നു കൊണ്ടുവന്ന ഇടയൻ്റെ ഹൃദയ സംഭ്രമമാണ് പ്രധാനമായത്. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ ഉണ്ടാകുന്ന സന്തോഷം അത്രത്തോളമാണ്. ദൈവം ഒരു പാപിയെയും ഉപേക്ഷിക്കുന്നില്ല. അവൻ തിരയുന്നു, കണ്ടെത്തുന്നു, ചുമന്നുകൊണ്ട് തിരിച്ച് എത്തിക്കുന്നു. കൃഷിയാളൻ അഥവാ സേവകൻ. ഉപമയുടെ പശ്ചാത്തലം. ഒരു വലിയ ജനക്കൂട്ടത്തിൽ മുന്നിൽ യേശു പറഞ്ഞു, കൃഷിയാളൻ വിത്ത് വിതയ്ക്കാനായി പുറപ്പെട്ടു. ഇത് ഒരു ഉപമയാണെന്ന് യേശു പിന്നീട് വിശദീകരിക്കുന്നു. വിത്ത് ദൈവവചനം, മണ്ണ് മനുഷ്യന്റെ ഹൃദയം. വിത്ത് വീണ 4 വിധത്തിലുള്ള നിലങ്ങൾ. 1. പാതയുടെ അരികിലെ മണ്ണ്. വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവാതെ പോകുന്നു. ശത്രു വന്നു അത് പറിച്ചു കൊണ്ടുപോകുന്നു. സന്ദേശം. ഹൃദയം ദൈവവചനത്തിന് തുറക്കാതെയിരുന്നാൽ അത് വളരുകയില്ല. 2. പാറക്കല്ല് നിറഞ്ഞ മണ്ണ്. വാക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചു, അതിൻ്റെ പേരില്ല. പരീക്ഷകളിലും ബുദ്ധിമുട്ടുകളിലും തളരുന്നു. സന്ദേശം. ആഴമില്ലാത്ത വിശ്വാസം തിടുക്കത്തിൽ വിളുമ്പും. 3. മുള്ളുകളാൽ പൊതിഞ്ഞ മണ്ണ്. വാക്ക് വളരുന്നു, പക്ഷെ ലോകചിന്തകളും ധനസഹായവും ഞെരിക്കുന്നു, ഫലമുണ്ടാകാതെ പോകുന്നു. സന്ദേശം. ഭൗതികത, സ്വാർത്ഥം, ലാലസങ്ങൾ ദൈവവചനത്തെ മുക്കുന്നു. നല്ല മണ്ണ്. വാക്ക് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവൻ 30, 60, 100 മടങ്ങ് ഫലം കാണിക്കുന്നു. ഇതാണ് യേശുവിൻ്റെ ഉദ്ദേശം. നമ്മുടെ ഹൃദയം ദൈവവചനത്തിന് അർഹമായ നല്ല നിലമായിരിക്കണം. ദൈവം നമ്മുടെ മനസ്സിനെയും ഹൃദയാവസ്ഥയെയും നോക്കുന്നു. വിശ്വാസം, വിനയം, ആത്മാർത്ഥതയുള്ള ഹൃദയത്തിൽ വചനത്തിന് ശക്തിയുണ്ട്. നമ്മുടെ ഹൃദയം ദൈവവചനത്തിന് ഒരുക്കപ്പെട്ട നല്ല മണ്ണായാൽ അതിന് ഫലം ഉറപ്പാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.